വന്ന രണ്ടും കൂടെ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നടി? നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ രണ്ടും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്നിട്ട് ഈ പാതിരാത്രി ആവും വരെ നിങ്ങൾ എവിടെയായിരുന്നു? അത് പിന്നെ അമ്മേ, അവളുടെ വീട്ടുകാർ കൊണ്ടുവിടുന്നൊക്കെ അവള് പറഞ്ഞു. അത് വിശ്വസിച്ചേ ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇല്ലേ കള്ളു ഒടിച്ച് ഫിറ്റായി നിൽക്കായിരുന്നു അമ്മേ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവിടാൻ ആരുമില്ല. പിന്നെ ഞങ്ങൾ വഴി അറിയാതെ ഒരു വിധത്തിൽ ആ റോട്ടിൽ കൂടെയൊക്കെ ഇരുട്ടത്ത് നടന്ന് തപ്പി പിടിച്ച് ഇവിടെ എത്തിയതാ. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം ലേറ്റ് ആയതൊന്നുമല്ല. നിന്നോടൊക്കെ ഞാൻ വൈകുന്നേരം മുന്നേ വീട്ടിലേക്ക് കയറണമെന്ന് പറഞ്ഞതല്ലേ? അപ്പോഴാണ് അവളുടെ ഒരു കൂട്ടുകാരും പാർട്ടിയും എന്താ അവിടെ പോയി വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ടെന്നും പോരാ, മനുഷ്യനവിടെ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുകയായിരുന്നു. എവിടെ പോയെന്ന് വെച്ച് അന്വേഷിക്കുക. അച്ഛനും കൂടി വരട്ടെ, ശരിയാക്കി തരാം രണ്ടിനും. അയ്യോ എൻ്റെ പൊന്നു മാമി, മാമി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. മാമിന്റെ ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ഒരു അടിപൊളി ഗിഫ്റ്റ് മാമിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവനുള്ള ഗിഫ്റ്റ് അത്. അതെ അമ്മയ്ക്കുണ്ടല്ലോ ആ ഗിഫ്റ്റ് കണ്ടാലേ ഒത്തിരി സന്തോഷമാവും. അക്കാര്യം ഉറപ്പാ. ഓ പോയടത്തുനിന്ന് വല്ല ഫുഡും പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനല്ലേ? അതുകൊണ്ട് നിന്ന് സോപ്പിടാന്ന് രണ്ട് വിചാരിക്കണ്ട. അതിന് വെച്ച വെള്ളയാണ് വാങ്ങി വെച്ചേക്ക്. അയ്യോ എൻ്റെ മാമി, മാമി എന്താ ഇങ്ങനെ പറയുന്നേ? ഞങ്ങളെ അങ്ങനെ ഫുഡൊന്നും പാർസലാക്കി കൊണ്ടുവന്നതല്ല. ഞങ്ങളൊരു അടിപൊളി ഒന്നൊന്നര ഗിഫ്റ്റിന്റെ മാമിക്ക് കൊണ്ടുവന്നിരിക്കുന്നേ. അതെ, ജീവനുള്ള ഗിഫ്റ്റാ. നല്ല ജീവനുള്ള ഒന്നാന്തര അടിപൊളി സൂപ്പർ കിടില ഗിഫ്റ്റ്. ജീവനുള്ള ഗിഫ്റ്റോ? അതെന്താ ഗിഫ്റ്റാ? അതെ അമ്മ, മണിക്കുട്ടി പറഞ്ഞതേ ശരിയാ. ഞങ്ങളെ ഒരു അടിപൊളി ജീവനുള്ള ഗിഫ്റ്റ് തന്നെ അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതുവരെ ആരും ജീവനുള്ള ഗിഫ്റ്റ് ഒന്നും പ്രസന്റ് ചെയ്തില്ലല്ലോ. എന്നാലേ ആദ്യമായിട്ട് ഞങ്ങളെ തരുന്ന ജീവനുള്ള ഒരു ഗിഫ്റ്റ്. ഇത് കണ്ടു കഴിയുമ്പോണ്ടല്ലോ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആ ഉടായ്പ പ്രിയ ചേച്ചിനെ പോലെയല്ല ഞങ്ങളെന്ന്. ഈ ഗിഫ്റ്റ് ഒന്ന് കണ്ടു കഴിയുമ്പേ ഞങ്ങളുടെ വില അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ഞങ്ങൾ അംഗീകരിക്കും. അതോടൊപ്പം മതി നിർത്ത്. കുറെ നേരം ആയല്ലോ ജീവനുള്ളതും ഇല്ലാത്തതായ ഗിഫ്റ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ എന്നിട്ട് കുറഞ്ഞ് കളിപ്പിച്ചാണ്ടല്ലോ രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്താണി നിന്റെ ഒരു ജീവനുള്ള ഗിഫ്റ്റ്? നിന്റെ അച്ഛനെ എങ്ങാനും ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ അമ്മേ, ഞങ്ങൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നേ? അയ്യേ, ഈ മാമി എന്തെങ്കിലും സംസ്കാരം ഇല്ലാതെ പെരുമാറുന്നേ. മോശം. ആ മണിക്കുട്ടി, ഞാൻ അമ്മയോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കയ്യോടെ ആ ഗിഫ്റ്റ് അങ്ങ് ഏൽപ്പിച്ചേക്കാം. ഗിഫ്റ്റ് കണ്ടു കഴിയുമ്പോൾ അമ്മയെ സത്യം മനസ്സിലാവുമല്ലോ. അതോടാകുമ്പോൾ നമ്മൾ അംഗീകരിക്കും. മാത്രമല്ല ഇപ്പൊ ചീത്ത പറഞ്ഞേക്കെ സോറി പറഞ്ഞോളൂ. ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ. പോത്തിന്റെ ചെവി വേദം ഓതിയിട്ട് കാര്യമില്ലെന്നാണല്ലോ അമ്മ എപ്പോഴും പറയാറുള്ളത്. ഇനി നമുക്ക് കയ്യോടെ ഗിഫ്റ്റ് അങ്ങ് കൊടുത്തേക്കാം. പൊടിമോനെ, ഇവിടെ കയറി വാടാ. ആയിഷേടാ, അവന്റെ ഒരു നാണം അവിടെ കാണിച്ചിട്ടിട്ടാണ്. ഇങ്ങോട്ട് കയറി വാ. ഇനിയോട്ട് നിന്റെ വീട് ഇതാ. നിന്റെ മാത്രമല്ല ഞങ്ങളുടെ കേട്ടോ. ഇനി മുതൽ നമ്മൾ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഹായ്, അടിപൊളി വീട്. ഈ വീട് എന്റെയാണ് ചേച്ചിമാരെ. അല്ല അപ്പൊ എന്റെ അച്ഛനോടെ എന്റെ അമ്മയോടെ? എന്റെ പൊടിമോനെ, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലടാ. സമയല്ലേ കിടക്കുന്നേ. എല്ലാം നിനക്ക് കാണിച്ചു തരാം. എല്ലാരെയും പരിചയപ്പെടുത്തി തരാം. നീ തൽക്കാലം ഇങ്ങോട്ട് കേറി വാ. എടി മാറ മണിക്കുട്ടി, ഏതാണ് ഈ കൊച്ച്? നിങ്ങളാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ? ഇവിടുന്ന് കേട്ടി ഇതിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തി? ചേച്ചി, ഇതാണ് എന്റെ അമ്മ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതാണ് എന്റെ അമ്മ. അമ്മേ ഞാനാ. മാറി നിൽക്കണ ചെക്ക അങ്ങോട്ട്. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ ഞങ്ങളുടെ കഴിവ്? ഇതാ ഞാനും മണിക്കുട്ടിയും ചേർത്ത് അമ്മയ്ക്ക് സമ്മാനിക്കുന്ന ആ ജീവനുള്ള ഗിഫ്റ്റ്. ഇവനിനി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് അച്ഛന് സന്തോഷാവൂലേ? അച്ഛനെ ഇത് കേട്ടാ ഒത്തിരി സന്തോഷമാവും. മതി. എത്രയോ കാലമായില്ലേ നിങ്ങൾ ഒരു ആൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ പറയണ്ടല്ലോ. ഇവനായില്ലേ, ഇനി നമ്മുടെ കുടുംബം കാക്കാൻ പോകുന്നേ. എന്റെ ഈശ്വര, എന്തൊക്കെ നിങ്ങൾ രണ്ടുകൂടി വിളിച്ച് പറയുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഇതിനെ എവിടുന്ന കിട്ടിയെന്ന് വെച്ചാലേ അവിടെ തന്നെ കൊണ്ട് കളഞ്ഞേക്ക്. അച്ഛനെങ്ങാനും വന്ന് കണ്ടാലുണ്ടല്ലോ രണ്ടിനെയും വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. അയ്യോ, അപ്പൊ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ വായിന്നൊന്നും കേൾപ്പിക്കണ്ട. കൊണ്ടുപോയിക്കോളണം അവളുടെ ഓലക്കേബിൽ ഒരു ഗിഫ്റ്റ്. ഈശ്വര, ഇതിപ്പോ പണിയായല്ലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുവോ? എനിക്ക് അപ്പഴേ അറിയായിരുന്നടി ഇതിങ്ങനെ വരത്തുള്ളൂ. നിന്റെ ഒരു ഒറ്റ പണിയത്. നിന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ. അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുക. അവർക്ക് ആൺകുട്ടികളില്ല. രണ്ട് കൈ കെട്ടി സ്വീകരിക്കും. തേങ്ങയാണ് മാങ്ങയാണ്. അത് ശരി, ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിൽ കിട്ടിയാണല്ലേ? ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു തരുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞല്ലോ അവര് രണ്ട് കൈ കെട്ടി അത് സ്വീകരിക്കുന്നൊക്കെ. വെറുതെ എന്നെ കൊടുക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. എന്താ ചേച്ചിമാരെ, എന്താ പ്രശ്നം? അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? എന്റെ ഈശ്വര, ഇനി അധികം വരുമ്പോ ഞാൻ എന്തോന്നാ വിളിച്ച് പറയണ്ടേ? രണ്ടിനോട് കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇവന് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാലേ അവിടെ കൊണ്ടേക്ക് ഏൽപ്പിച്ചോണോ. ഇവന്റെ അച്ഛനെയും അമ്മേനെയോ ആരെ കണ്ടെന്ന് വെച്ചാലേ ഇവനെ കൈയോടെ അവരെ ഏൽപ്പിച്ചിട്ട് മതി രണ്ടും കൂടി വീട്ടിൽ തരുന്നത്. അത് വരെ പുറത്ത് നിന്നു. അമ്മ ഇങ്ങനെ കൈ ഒഴിയല്ലമ്മേ. ഞങ്ങൾ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താന്നറിയാം ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അച്ഛനും അമ്മയും ഇവരെ കണ്ട പാതി കാണാത്ത പാതി രണ്ട് കൈയും കൂടി നീട്ടി സ്വീകരിക്കുന്നു. തലയിൽ വെച്ച പേനരിക്കും, നിലത്ത് വെച്ച ഉറുമ്പരിക്കുന്നു പറഞ്ഞ് കൊണ്ടെടുക്കുന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനി എങ്ങനെയാ അമ്മ ഇവരോട് മാറ്റി പറയാ? വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കല്ലേട്ടോ. പറഞ്ഞ പണി ചെയ്തു ആദ്യം. ഇതിന് എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് കളഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനും കൂടി വീട്ടിൽ നിന്ന് അടിച്ച് ഞാൻ പുറത്താക്കും. ചേച്ചി, തൽക്കാലം നമുക്ക് ഇവനെ റോഡിൽ ഞാൻ ഇറക്കി വിട്ടേക്കാം. ഇല്ലെങ്കിലേ മാമി നമ്മളെ കൂടി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അയ്യോ, എന്താടി മണിക്കൂടി നീ പറയുന്നേ? അങ്ങനെ എങ്ങനെയാണ് ഇവനെ ഇറക്കി വിടുന്നത്? ഇവൻ ആരും ഇല്ല നീ പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് നിന്റെ അമ്മയോട് ചോദിച്ചു ഇവനെ ഏറ്റെടുക്കുന്നു. നിന്റെ അനിയനായിട്ട് വളർത്താലോ. നിങ്ങൾക്കും ഇല്ലല്ലോ ആൺകുട്ടികൾ. അയ്യോ, അതൊന്നും വേണ്ട. അതെന്താ എന്റെ അമ്മ ഏറ്റെടുക്കൂല. അമ്പടി വഞ്ചകി. അപ്പൊ നീ കാല് മാറിയല്ലേ? ഇതാ പ്രിയ ചേച്ചി എപ്പോഴും എന്നോട് പറയാലോ നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഇപ്പൊ നിനക്ക് പ്രിയ ചേച്ചി നല്ലവളായോ? എന്നാ പിന്നെ പ്രിയ ചേച്ചിനോട് തന്നെ ഏറ്റെടുക്കാൻ പറയും. അമ്പടാ, എന്നെ അങ്ങനെ ഒന്നും ആരും പുറത്താക്കാന്ന് വിചാരിക്കണ്ട. എന്നെ ബലം പ്രയോഗിച്ചെങ്ങാനും പുറത്താക്കിയാലുണ്ടല്ലോ ഞാനേ ഇവിടെ ഗേറ്റിന്റെ മുന്നിലല്ലേ സത്യാഗ്രഹം നടത്തും.
രണ്ടിനോട് ഞാൻ മുന്നേ പറയാറുള്ളതാ, വഴി കിടക്കുന്ന പയ്യാവേലി എല്ലാം എടുത്ത് തലയിൽ വെക്കരുതെന്ന്. ഇതിന് എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് കളഞ്ഞോ? കണ്ടില്ല അതിന്റെ വായിന്ന് വരുന്ന ഓരോന്ന്. ഇനി ഇവിടെ മുറ്റത്ത് സത്യാഗ്രഹം കൂടി നടത്തിയിട്ട് വേണം ഇത് നിങ്ങളുടെ അച്ഛന്റെ കൊച്ചാന്ന് കൂടി പറയാൻ. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ മാനം കളയല്ലോടി നിങ്ങളൊക്കെ. എന്ത് ചെയ്തിട്ടാണോ ഇതൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞത്? ഞാൻ പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലോ ആ മത്തങ്ങ പോലത്തെ മൂക്കെ ഇടിച്ച് പരത്തി പപ്പടാക്കി കളഞ്ഞേ. കേട്ടില്ലേ നീ? ഈ നരന്റെ പോലത്തെ ചെക്കിന്റെ വായിന്ന് വരുന്ന വർത്താനം കേട്ടില്ലേ നിങ്ങളൊക്കെ? ഓ, നല്ല സാധനത്തിനെയാണ് നിങ്ങൾ വർത്താനം പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. എടാ പൊടിമോനെ, നീ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത്? ഒരു പൊടിക്ക് അടങ്ങടാ. രണ്ടുപേരും കൂടെ പോയിട്ട് എന്റെ റൂം ഏതാന്ന് വെച്ചാൽ കാണിച്ചോ, അല്ലാതെ ഞാനിവിടെ ഇറങ്ങി പോകുന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് കോംപ്ലാ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, അതും എടുത്ത ഒരു കപ്പ്. അമ്പടെ പുളിച്ചോ, റോഡിൽ വെള്ളം കിട്ടാതെ നിന്നിരുന്നത് എനിക്കിപ്പോ കോംപ്ലാ മാത്രമേ കുടിച്ചാൽ ഇറങ്ങത്തുള്ളൂ അല്ലേ? എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അനുസരിച്ചാലേ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലുണ്ടല്ലോ എന്നെ ഇവിടെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നാന്നും എന്നിട്ട് ബാലവേല ചെയ്യിപ്പിക്കാന്നേ പോലീസിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. തട്ടിക്കൊണ്ട് വന്നു ഞങ്ങളുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞ് നീ നിലവിളിച്ച് കരഞ്ഞിട്ടല്ലടാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആരും എല്ലാം രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്, എന്നിട്ടിപ്പോ നീ എന്താടാ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്? അയ്യടാ, ഞാനൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് അത് തരാം, വീട് തരാം, കാറ് തരാം, ബിരിയാണി തരാം, മറ്റത് തരാം, മറിച്ചത് തരാം എന്നെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴല്ലേ നിങ്ങളുടെ തനിസ്വഭാവം എനിക്ക് മനസ്സിലായത്. ഒരു കോംപ്ലാൻ പോലും ചോദിച്ചിട്ടേ എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെയാണെങ്കിലേ എനിക്ക് ഭക്ഷണം തരാതെ പട്ടിണി കിട്ടേനെ. നിങ്ങൾക്കെതിരെ മറ്റൊരു കേസ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൃപ്തിയായല്ലോ നിങ്ങൾക്ക് രണ്ടിനും? കേട്ടില്ലേ ഇവന്റെ വായിന്ന് വരുന്ന ഓരോ വർത്തമാനങ്ങൾ? ഇതോടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, വയ്യക്കെടുക്കുന്ന വയ്യാവേലെല്ലാം എടുത്ത് തലയിൽ വെക്കരുതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞോടെ തന്നെ ഒന്നുകൂടി പറയാണ്, അച്ഛൻ വരുന്നതിന് മുന്നേ എവിടുന്നാന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് കളഞ്ഞേക്ക്. ഇല്ലെങ്കിലേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടിനെയും കൂടി പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, അത് ഉറപ്പാ. എന്റെ മണിക്കുട്ടി, നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോടി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ അമ്മ നമുക്ക് പച്ചവെള്ളം പോലെ തരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു കുരിശാവുന്നേ ഞാൻ ഓർത്തില്ല. നമ്മളിങ്ങോട്ട് വിളിച്ചോണ്ട് വരുമ്പോൾ എന്തോ ഒരു പാവത്താനായിരുന്നു, വായിൽ കൈയിട്ടാൽ പോലും കടിക്കാത്ത ഇല്ലാക്കുട്ടി. ഇവിടെ എത്തിയപ്പോൾ അവന്റെ തനി സ്വഭാവം കണ്ടില്ലേ? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞ പോലെ വഴി കിടക്കുന്ന വയ്യാവിലെ എല്ലാം എടുത്ത് തലയിൽ വെക്കുന്ന ഒരു ശീലമായി പോയല്ലോ. ഓ, പാറ ചേച്ചി ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇവരൊക്കെ നമുക്ക് ഐറ്റത്തിനുണ്ടോ? നമ്മൾ ഇവരൊക്കെ വലിയ എത്ര പുള്ളികളെ കണ്ടിട്ടുള്ളതാ, എത്ര പേർക്ക് പണിയെടുത്ത ആൾക്കാരാ നമ്മള്. നമ്മൾ ഈ ചേള് ചിക്കന്റെ കാര്യത്തിൽ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതേ? ഇവർക്ക് ഈസി ആയിട്ട് തുരത്ത് ഓടിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഇനി രക്ഷയുള്ളൂ. എന്തായാലും വേണ്ടില്ല, അച്ഛൻ വരുന്നതിന് മുന്നേ ഇതിനെങ്ങനെയും പറഞ്ഞു വിടണം. അയ്യട പുളിസു, എന്നെ പുറത്താക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി അങ്ങ് കൂട്ട് നിന്ന് പ്ലാനിങ് ഒന്നും നടത്തണ്ട. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയല്ല. എടാ പൊടിമോനെ, നിനക്ക് ഞങ്ങളെ ശരിക്കും അറിയത്തില്ല. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയെങ്കിലേ ഇവിടെ ഇറക്കി വിടാനും ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. നീ ആള് കൊള്ളാലോ. നിന്റെ ഈ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അച്ഛനും അമ്മയും ഇറക്കി വിട്ടത്. അതെ ചേച്ചി, ഇവന്റെ ശല്യം കാരണമായിരിക്കും ഇവന്റെ അച്ഛനും അമ്മയും ഇവന്റെ റോഡിൽ ഉപേക്ഷിച്ചത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ തനിസ്വരൂപേ ഞാൻ കാണിച്ചു തരും രണ്ടിനും കൂടി. നിന്റെ തനിസ്വരൂപം ഞങ്ങൾ ആ റോഡിൽ വെച്ച് കണ്ടതാടാ. കരഞ്ഞ് മൂക്കളെ വെട്ടിച്ച് നടന്നിരുന്ന ചെക്കനാ. എന്നിട്ട് ഇപ്പൊ അവന്റെ തനിസ്വരൂപം ഒന്നുകൂടി കാണിച്ചു തരാന്ന്. എടാ പൊടിമോനെ, ഒരു വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ നീ എത്ര നേരം ഈ വീട്ടിൽ പിടിച്ചു വെക്കടാ? നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നേ നീ പ്രതീക്ഷിക്കണ്ട. അവസാനം വിശപ്പ് ദാഹവും സഹിக்க വയ്യാതെ നീ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളും. അത് നമുക്കേ കാണാം. ഇവളുമാർ രണ്ടുപേർക്കും നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ പൊടിമോൻ ആരാന്നേ നിങ്ങൾ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ. എടി സുലു, കുറച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോടി. എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ. വേർത്ത് കുളിച്ച് ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നടക്കാന്ന് വിചാരിച്ചാ അത് പറ്റത്തില്ല. അപ്പോഴേക്കും അങ്ങ് വേർത്ത് കുളിക്കുവാ. എടി സുലു, നിനക്ക് ചെവി കേൾക്കത്തില്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തേടി. സുലു, എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നേ? ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ നിന്നെ അടുക്കളയിൽ വന്ന് നിന്നൊക്കെ തൊഴേണ്ടി വരുമല്ലോ. അതെ, കുറെ നേരം ആയല്ലോ ഇവിടെ കിടന്ന് തൊണ്ട ഓർക്കുന്നു. നിനക്കൊന്ന് പതിയെ സംസാരിച്ചൂടെ? ഈ വീട്ടിൽ എല്ലാവർക്കും കാത് കേൾക്കാം. അതുകൊണ്ട് ഇവിടെ നിന്ന് അലറി വിളിക്കണ്ട. എന്റെ ചെവി ഒന്ന് വേദനിച്ചിട്ട് വയ്യ. അതിന് നീ ഏതാ? അതുകൊള്ളോ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്നോ അത് ചോദിക്കാൻ താൻ ആരാടോ? അത് കൊള്ളാലോ, നിന്റെ വീടോ? രാവിലെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇത് എന്റെ വീടായിരുന്നു. തിരിച്ചു വരുന്നതിന് മുന്നേ എന്റെ ഭാര്യ എന്താ ഇത് നിനക്ക് വിറ്റോ? അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതിപ്പോ എന്റെ വീടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. വെള്ളം എടി സുലു, നിന്നെ വിളിച്ച് എന്റെ വായിലുള്ള വെള്ളം കൂടി പറ്റിപ്പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ഞാൻ അടുക്കളയിൽ മീൻ മുറിക്കായിരുന്നു. ആ കൈ കൊണ്ട് വെള്ളം എടുത്ത് തരാൻ പറ്റുന്നില്ലല്ലോ, കൈ കഴുകിയിട്ട് വേണ്ട വരാൻ. അതാ കുറച്ച് താമസിച്ചത്. ശരി. അല്ലടി, ഈ ചെക്കൻ ഏതാ? അതെ, എനിക്കൊരു പേരുണ്ട്. എന്നെ വെറുതെ ചെക്കൻ പയ്യെന്നൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, പറഞ്ഞേക്കാം. എന്താടി സുലു നീ മുഖം വേർപ്പിച്ച് നിൽക്കുന്നേ? ഇവൻ ഏതാന്നല്ലേ നിന്നോട് ചോദിച്ചേ? നിന്റെ ബന്ധത്തിലുള്ള വല്ലതാണോ? എന്റെ ബന്ധത്തിലുള്ളതോ? അയ്യടാ, അതുകൊള്ളാലോ. അപ്പോഴേക്കും എന്റെ അങ്ങ് ബന്ധത്തിലാക്കിയിട്ടുള്ളത്. ഇവൻ ഏതാണെന്നാണെങ്കിലേ എന്റെ പൊന്നുമോളുണ്ടല്ലോ പാറു, പോരാത്തതിന് പെങ്ങളുടെ പൊന്നുമോളും ഉണ്ടല്ലോ മണിക്കുട്ടി. അവരെ രണ്ടുപേരും കൂടി വിളിച്ച് ചോദിച്ചു നോക്ക്. വഴി കിടക്കുന്ന ഓരോന്നിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റിങ്ങാട്ടെ ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക രണ്ടെണ്ണം കൂടെ. എടി സുലു, നീ എന്തൊക്കെയാ പറയുന്നേ? പാറു മണിക്കുട്ടി കൂടി വിളിച്ചോണ്ട് വന്നോ? എവിടുന്ന്? ഇവന് ചോദിക്കാനും പറയാനും ആരും ഇല്ല. അപ്പൊ ഇവന്റെ സ്വഭാവം വെച്ച് ഇവന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്നാ എനിക്ക് തോന്നുന്നത്. പെണ്ണുപിള്ള, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ എനിക്കൊരു ചൊറിയ നിൽക്കല്ലേ? കേട്ടില്ലേട്ടാ ഈ ഇത്തിരി പോകുന്ന ചെക്കന്റെ വായിന്ന് വരുന്ന വലിയ വർത്താനങ്ങള്? എല്ലാത്തിനും കാരണേ ആ പാറു മണിക്കുട്ടിയാ. രണ്ടും കൂടി ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടെ തിരിച്ചു വരുമ്പോ കൊണ്ടുവന്നതാ ഈ മുതലിനെ. ആ റോഡിലിരുന്ന് കരയായിരുന്നു പോലും ഇവൻ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുമാർക്ക് സഹതാപം തോന്നിങ്ങാട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ എത്തിയപ്പോഴോ എന്നോട് പറഞ്ഞതാ, അച്ഛനും അമ്മയ്ക്കും ആൺകുട്ടികളില്ലല്ലോ, അതുകൊണ്ട് ഇവനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന്. ഈ മുതലാണെങ്കിലോ ഇപ്പൊ ഇറക്കി വിട്ടാ പോലും പോവില്ലാന്നാ പറയുന്നേ. എടി പാറു മണിക്കുട്ടി, ഇവിടെ വാ.
എന്താ അവരെ പാർട്ടിക്ക് പറഞ്ഞു വിട്ടെ? ആ കാര്യം എന്താ നീ എന്നോട് പറയാഞ്ഞേ? അത് പിന്നെ ഏട്ടാ, ഞാൻ പിള്ളേരെ നിർബന്ധം പിടിച്ചപ്പോൾ പെട്ടെന്ന് പോയി വരാന്നൊക്കെ പറഞ്ഞപ്പോ, പിന്നെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും വരും എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞപ്പോ ഞാനിങ്ങ് വിട്ടുപോയതാ. മാത്രമല്ല ഇവരിപ്പോ തിരിച്ചു വരുമ്പോ ഇതുപോലൊരു പണി ഒപ്പിച്ച് വരുന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഏട്ടാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളില്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക് പുറത്ത് വിടരുതെന്ന്. പണ്ടത്തെ കാലമൊന്നുമല്ല, കാലൊക്കെ മോശം. അതെങ്ങനെ എത്ര പറഞ്ഞാലും നിന്റെ തല കയറത്തില്ലല്ലോ. എന്റെ ഏട്ടാ, മൂന്നും കൂടി ഇവിടെ ഇരുന്നാലേ എന്റെ തല തിന്നും. രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണം പുറത്ത് പോയാൽ അത്രയും സമയമെങ്കിലും ചെവിക്ക് ഒഴിവുണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതിപ്പോ ഇത്ര വലിയൊരു കുരിശായി തീരുന്നു ഞാൻ വിചാരിച്ചില്ല. ഇത് കുറെ നേരമായി നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നത്. നിങ്ങളിങ്ങനെ കുത്തി കുത്തി കുരിശായി മറ്റേതായി പറയുന്നത് എന്നെയാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മണിക്കുട്ടി നീ മുന്നേ നടക്ക്. ചേച്ചിയല്ലേ പോകുന്നത്, അപ്പൊ ചേച്ചി എന്നെ മുന്നേ നടക്ക്. ദേ വരുന്നു, എല്ലാം ഒപ്പിച്ച് വെച്ച് രണ്ടും കൂടെ. എന്താ അച്ഛാ, അച്ഛൻ എന്തിനാ വിളിച്ചേ? ഒന്നും അറിയത്തില്ലല്ലേ നിങ്ങൾക്ക് രണ്ടിനും? എന്താ മാമ, മാമൻ എന്തിനാ വിളിച്ചേ? ഞാൻ പറഞ്ഞ ഐസ്ക്രീം വാങ്ങിയോ മാമൻ? ഒരു ഐസ്ക്രീം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഈ കൊച്ചേതാ? ഇവൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയേ? ആരാ ഇവന്റെ അച്ഛനും അമ്മയും? അയ്യോ അച്ഛ, അത് പിന്നെ ഞങ്ങൾ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴേ ഇവൻ റോഡിന്റെ സൈഡിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയായിരുന്നു. ഞങ്ങൾ കാര്യം തിരക്കിയപ്പോഴാണ് ഇവൻ ആരും ഇല്ലെന്നും ഇവൻ അച്ഛനും അമ്മയും ആരും ഇല്ല, ഒറ്റയ്ക്കാണ്, ഭക്ഷണം പോലും കഴിച്ചിട്ട് കുറേ സമയമായി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നേ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പോഴാണ് അച്ഛൻ പണ്ട് പറയാറുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നേ. നമ്മുടെ സഹജീവികളോട് നമ്മൾ എപ്പോഴും സ്നേഹവും കരുണയും കരുതലും ഒക്കെ കാണിക്കണമെന്ന്. അച്ഛൻ്റെ ആ വാക്ക് ഓർത്തപ്പോൾ ഇവനെ അവിടെ തനിച്ച് വിട്ട് വരാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അച്ഛാ, അത് തെറ്റാണോ അച്ഛാ? അല്ലെങ്കിലും വാചകം അടിച്ച് വീഴ്ത്താനേ നിങ്ങളുടെ പിള്ളേരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അതെ, എല്ലാവരും നിങ്ങളോട് ശ്രദ്ധിച്ച ഒരു മിനിറ്റ്. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇവരെ പല വാഗ്ദാനങ്ങളും നൽകി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനി അതെല്ലാം നടപ്പിലാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നിങ്ങളെ കൊണ്ട് എന്നെ പുറത്താക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഞാനും എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് കയറി വന്നാൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്നും എവിടെ ഇട്ട് ബാലപീഡനം നടത്തുകയാണെന്നും എല്ലാം ഞാൻ പരാതി കൊടുക്കും. അറിയാലോ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കൊക്കെ ഇപ്പം എന്താ ശിക്ഷയെന്ന്. അതുകൊണ്ട് കോടതി കയറി ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം എനിക്കെതിരെ നീങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതായിട്ട് അനുസരണയുള്ള പിള്ളേരായിട്ട് ഇവിടെ കഴിയും എല്ലാവർക്കും. എല്ലാവരും കൂടി വാപിടിച്ച് നിൽക്കാതെ എന്റെ റൂം ഏതാന്ന് വെച്ചാൽ കാണിച്ചാ. പറഞ്ഞതായിട്ടില്ലേ നീയൊക്കെ കൂടി വരുത്തി വെച്ച മീനയല്ലേ? എന്താന്ന് വെച്ചാലേ ചെയ്തു കൊടുത്തേക്ക്. അങ്ങനെ വഴിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്നെ കൊള്ളാം. എന്തായാലും എന്റെ മണിക്കുട്ടിയെ നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛനെങ്ങാനും അവനെ നിർബന്ധപൂർവ്വം ഇവിടെ ഇറക്കി വിട്ടിരുന്നെങ്കിലേ ആകെ പണിയായനെ. ഇതിപ്പോ എന്തായാലും നമ്മൾ സേഫാ. അത് ശരിയാ. പിന്നെ ഈ സമയത്ത് എന്തായാലും പ്രിയ ചേച്ചി ഇവിടെ ഇല്ലാതെ നന്നായി. ഇല്ലെങ്കിൽ നമുക്കിട്ട് നല്ല പണി കണ്ടിട്ടേനെ. അത് ശരിയാ നീ പറഞ്ഞത്. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. വാ നമുക്ക് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാം. അയ്യോ മണിക്കുട്ടി നോക്ക്, ഇവ നമ്മുടെ റൂമിലാടി വന്ന് കിടക്കുന്നേ. അത് കൊള്ളാലോ, ചെക്കന് താമസിക്കാൻ ഒരു സ്ഥലം കൊടുത്തപ്പോ നമ്മുടെ റൂം എന്നെ കയ്യേറിയല്ലേ. ഇറക്കി എവിടെ മര്യാദ അവനെ. എടാ പൊടിമോനെ, എടാ മര്യാദ ഇടിക്ക്. ഇത് നമ്മുടെ വീടാ. നിന്നോട് ആരോടെ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞേ? നിങ്ങളുടെ റൂമോ? അതൊക്കെ പഴയ കഥ. ഈ വീട്ടിലെ ഏറ്റവും സൗകര്യമുള്ള റൂമേ ഞാൻ നോക്കിയപ്പോ ഇതാ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് എന്റെ റൂമാ. എടാ നിന്നോട് പറഞ്ഞ മര്യാദയ്ക്ക് ഇങ്ങോട്ട് എണീക്ക്. നിനക്ക് വേണമെങ്കിലേ അപ്പുറത്തെ ചായപ്പിലെങ്ങനെ പോയി കിടന്നു. ദേ ഞാൻ ഉറങ്ങുമ്പോൾ ശല്യം ചെയ്താലേ എനിക്ക് കലി വരും. ഞാൻ പറഞ്ഞേക്കാം, രണ്ടിനും കൂടി ഞാൻ വിഴുങ്ങി കളയും. വിഴുങ്ങാൻ നീ ആരാ ഭൂതമോ? എന്നോട് കളിച്ചാലുണ്ടല്ലോ രണ്ടിനെയും കൂടെ ഒരുമിച്ച് വിഴുങ്ങി കളയും ഞാൻ.